Golden Love, directed by Shreyas Joseph. Golden Love is a beautiful, warm film. It's very colorful. ഭയങ്കര ഒരു nice feel ആണ് അതിനകത്ത്. The Golden Love, it was like very beautifully shot. And when I say beautifully shot, not just the beauty of it, the aesthetics of every frame, the color scheme, the color palette of the film, how it was creating a kind of emotion, how it was moving into a fantastical zone, thought out, well written and very controlled film. Not easy to make as a shot, like for a beginner to make. Okay, I'm assuming that they are beginners. I might even be wrong. So for someone who's starting to make films, to have this kind of control, the composure within, to have such frames and such controlled performances is a commendable work. I saw two films. One is Golden Love, another is Split. See, very small thing. They have shot in such a way it actually attracts you. It doesn't actually bring a rejection in your mind. പല നേരിട്ട ദൃശ്യാനുഭവം തന്നെയായിരുന്നു. സാധാരണ നമുക്ക് കണ്ടുവരുന്ന വർക്കുകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നീട് പ്രവർത്തിച്ച ആൾക്കാരാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു വർക്ക് തന്നെയാണ്. ഭയങ്കരമായിട്ട് തന്നെ മേക്കിംഗ് ഇഷ്ടപ്പെട്ടു. ഫ്രെയിംസ് ഒക്കെ ഭയങ്കര റിച്ച് ആയിരുന്നു, കളർഫുൾ ആയിരുന്നു. എക്സ്പീരിയൻസ് വളരെയധികം ഇഷ്ടമായി. ആ പേര് പോലെ തന്നെ തിളക്കമുള്ള സ്വർണത്തിന്റെ തിളക്കമുള്ള സ്നേഹം. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആക്ടേഴ്സിനെ സട്ടിലായിട്ട് കഥയ്ക്ക് വേണ്ട ഇമോഷൻസ് ക്യാമറയും ലൈറ്റും വെച്ച് നല്ലപോലെ പകർത്തിയിട്ടുണ്ട്. ഫോട്ടോ വെച്ചൊക്കെ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അടിപൊളിയാണ്. ആളുകള് പ്രായമാകുമ്പോൾ അവർ തമ്മിൽ വരുന്ന ഡിസ്റ്റൻസസും ആൾക്കാരുടെ ലോൺലിനെസ്സും ആൻഡ് ഹൗ ദേ ആർ ട്രൈങ് ടു ഫിൽ ഇൻ ദെയർ ലൈഫ്സ് ത്രൂ ദാറ്റ് ക്യാറ്റ്സ് ലവ്. അവർക്ക് അവരുടെ പെറ്റിനോടുള്ള ആൻഡ് ആ ഒരു പെറ്റ് അവരുടെ ലൈഫിൽ ഫില്ല് ചെയ്യുന്ന സ്പേസ് അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി പോർട്രേഡ് ആയിട്ട് തോന്നി. ശ്രേയസ് ആൻഡ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അതിലും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടമായി. വയസ്സാവും തോറും നമ്മളും കുട്ടികളാവുന്നു എന്ന് തോന്നുന്നു അതിനകത്ത്. അങ്ങനെ ഒരു ഫീലാണ് കിട്ടിയത്. ഞാനും കരഞ്ഞു ശരിക്കും പറഞ്ഞാൽ. വളരെ ഒരു സിനിമാറ്റിക് ആയിട്ട് തോന്നി. വളരെ വളരെ പ്രൊഫഷണലി ഡൺ ക്യാമറ വർക്കും കളറിംഗ് ഒക്കെ ഇറ്റ് വാസ് വെരി ഗുഡ്. I enjoyed it. Film mainly for the look of it. I think the production was really great and the overall packaging of the entire film was like really good. That's my favorite part of the film. അങ്ങനെ ഒരു ഫാന്റസി ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് പടത്തിന് മൊത്തത്തിൽ റൊമാൻറ്റിക് ഫീൽ ഉണ്ട്. ബേസിക്കലി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഫീൽ ആയിരുന്നു, ഒരു സേറിയൽ ഫീൽ. അപ്പൊ ആ ഫിലിമിന്റെ അവസാനം ഐ സ്മൈൽ. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു ഫിലോസഫി വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഒരു ഉത്ഭവം. അത് ആക്ച്വലി ഞാൻ അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സംവിധായകൻ അതിനെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് എ വിഷ്വൽ ട്രീറ്റ് ഈവൻ ഇൻ ദാറ്റ് സെൻസ്. ഫീൽ ലൈക്ക് ഇറ്റ് മസ്റ്റ് ഹാവ് ടേക്കൺ എൻ ഇമെൻസ് എമൗണ്ട് ഓഫ് പ്ലാനിങ്. കാരണം കുറച്ച് മാത്രം കാണിച്ച് കൂടുതൽ ഫീലിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, നന്നായിട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താണ് നല്ല ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് കറിയുന്നുണ്ടായിരുന്നു. അത്രയും തന്നെ എനിക്കത് എഫക്ട് ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അത്രയും തന്നെ എഫക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഫിലോസഫിയുടെ ലെയേഴ്സ് ഉൾപ്പെടെ കൺവേ ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഒരു റിയലിസ്റ്റിക് സാധനമായിട്ടല്ല കാണിച്ചേക്കുന്നത്. അത് വളരെ ഓബിയസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു എലമെന്റിനെ ബ്യൂട്ടി ഓഫ് ലിറ്റിൽ തിങ്സ് എന്ന് പറയില്ലേ, അതുപോലെ ആ ചെറിയൊരു എലമെന്റിനെ ബേസ് ചെയ്തിട്ട് എത്ര ഏജ് പ്രായ വ്യത്യാസമല്ല, അല്ലെങ്കിൽ എത്രയും ഏജുള്ള ആൾക്കാർക്ക് പോലും ആ ചെറിയ എലമെന്റ്, ചെറിയൊരു കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ ആ ഒരു വിഷയത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് തോന്നി. അതൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്.